പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ജൂലൈ മാസം 27-ാം തീയതി തിങ്കളാഴ്ച. പുതിയൊരു പ്രഭാതം കൂടി നമുക്കായി ഒരുക്കിയ നല്ല തമ്പുരാന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ജീവിതത്തെ പൂർണ്ണമായും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഈശോയുടെ സാന്നിധ്യം കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ആരാധിക്കാം. മത്തായി സുവിശേഷം 7-ാം അധ്യായം 18-ാം വചനം ധ്യാനിക്കാം. നല്ല വൃക്ഷത്തിന് ചീത്ത ഫലങ്ങളോ ചീത്ത വൃക്ഷത്തിന് നല്ല ഫലങ്ങളോ പുറപ്പെടുവിക്കാൻ സാധിക്കുകയില്ല. നല്ല വൃക്ഷം ചീത്തയായി മാറാനും ചീത്ത വൃക്ഷം നല്ലതായി മാറാനും ഒരുപാട് സാധ്യതകളുണ്ടെന്ന് ധ്യാനിക്കുക. ഇപ്പോൾ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അവയെ ഓർത്ത് അവിടത്തേക്ക് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം. നിരന്തര പരിശ്രമങ്ങളിലൂടെ നല്ല ഫലങ്ങൾ നമ്മിൽ നിലനിർത്തണം. ചീത്ത ഫലങ്ങളാണ് നമ്മിൽ നിന്നും പുറത്തു വരുന്നതെങ്കിൽ വെട്ടിയൊരുക്കപ്പെടാൻ തോട്ടക്കാരൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കണം. കൂദാശകളാകുന്ന വെള്ളവും വളവും കൊടുക്കണം. ഫലം നന്നാകും, ഉറപ്പാണ്. കർത്താവേ, ഓരോ ദിവസവും പ്രഭാതത്തിൽ അൾത്താരയിൽ നിന്നും വളവും വെള്ളവും സ്വീകരിച്ച് അങ്ങേയ്ക്കായി നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.